ഹലോ ഫ്രണ്ട്സ്, ഹാരീസ് ഫൈനാൻസ് സെയിൽസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് ഞാൻ അപ്സ്ട്രോക്കിൻ്റെ ആപ്പിൻ്റെ അകത്ത് എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ വയ്ക്കുന്നതെന്ന് കാണിച്ചിരുന്നു. ഈ വീഡിയോയിൽ ലൈവായിട്ട് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ്ലി സ്ക്വയർ ഓഫ് ചെയ്യാം എന്നുള്ളതാണ് ചെയ്യുന്നത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു ഓർഡർ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പൊസിഷനിൽ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു എൻട്രി എടുത്തേക്കുന്നത് ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഞാൻ ഇന്നലെ സെയിം സ്റ്റോക്കിൽ തന്നെയാണ് ചെയ്തത്, കാരണം മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് ഞാൻ സെയിം സ്റ്റോക്കിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർട്ട് എടുത്ത് ഞാൻ കാണാൻ സാധിക്കും. ഇവിടെ താഴെ നിങ്ങൾക്ക് ചാർട്ട് കാണാൻ സാധിക്കും. ഞാൻ എടുത്ത എൻട്രി 1 hour ചാർട്ട് നടക്കുന്നത്, അതൊരു 1 minute ചാർട്ടാക്കാം. ഞാൻ ഇപ്പോൾ ഏകദേശം ഇത് ഇവിടം വരെയും താഴെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു 116.10 അല്ലെങ്കിൽ 0.5, ഇത് നല്ല റെസിസ്റ്റിംഗ് പോയിൻ്റായി. ഇപ്പോൾ എനിക്ക് ഇവിടെ സ്ക്വയർ ഓഫ് ചെയ്യണം പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ. ഞാൻ ഷോർട്ട് സെല്ലാണ് ചെയ്തത്. അതിനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതാണ് അവിടെ പൊസിഷൻ കാണണേ. നമ്മൾ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ താഴെ ഇതൊന്നും നമ്മളാകട്ടെ, ഈ താഴെ സ്ക്വയർ ഓഫ് എന്നുള്ള ഓപ്ഷൻ മെനു കിടക്കുന്നുണ്ട്, നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ, അതായത് ഇപ്പോൾ എത്രയാണോ പ്രൈസ് നിൽക്കുന്നത് ആ പ്രൈസ് തന്നെ സ്ക്വയർ ഓഫ് ചെയ്യാം. ഈ സൈപ്പ് ടു ബൈ എന്ന് വയ്ക്കരുത്. അല്ലെങ്കിൽ നമ്മളൊരു ടാർഗറ്റ് പ്രൈസ് വയ്ക്കുവാണ്. നമ്മൾ ടാർഗറ്റ് പ്രൈസ് ഇനി ഇവിടെ ലിമിറ്റ് ഓർഡറിലേക്ക് മാറ്റുക. ഞാൻ സ്ക്വയർ ഓഫാണ് ചെയ്യുന്നത്, ഷോർട്ട് സെല്ലാണ് ആദ്യം ചെയ്തിരുന്നത്. അത് കാരണം ഞാൻ സ്ക്വയർ ഓഫ് എന്ന് പറയുമ്പോൾ ബൈ ആണ് നടക്കാൻ പോകുന്നത്. 700 ക്വാണ്ടിറ്റി ബൈ ഡിഫോൾട്ട് ഇവിടെ എടുക്കും. സ്ക്വയർ ഓഫ് ഞാൻ ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്ത കാരണം. അപ്പോൾ ഞാനിവിടെ പ്രൈസ് അടിക്കുവാണ്, 0.00 എന്ന് അടിക്കുവാണ്. അല്ലെങ്കിൽ നമുക്ക് 0.5 അടിക്കാം. ഇതിപ്പോൾ തിരിച്ച് റിട്ടേൺ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് 116.05 എന്ന് അടിക്കുവാണ്. ഞാനിവിടെ സൈപ്പ് ടു ബൈ കൊടുക്കുവാണ്. അപ്പോൾ ഇപ്പോഴും ഓപ്പൺ ഓർഡർ ആയിട്ട് കിടക്കുകയാണ്, കാരണം പ്രൈസ് താഴേക്ക് വന്നിട്ട് പയ്യൊന്ന് മുകളിലേക്ക് കയറിയിട്ട് നമുക്ക് എൻ്റെ ചാർട്ട് കണ്ടാൽ മനസ്സിലാവും. ഞാനത് നോക്കാം. നമ്മളെൻ്റെ പോർട്ട്ഫോളിയോയിൽ പോയിട്ട് വീണ്ടും കുറഞ്ഞു പോയത് നമുക്ക് എൻ്റെ ചാർട്ടൊന്ന് എടുത്ത് നോക്കാം. മാർക്കറ്റ് ഡെപ്ത്ത് ഇത് തിരിച്ച് കണ്ടിന്യൂസിന് മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ ഞാൻ ഇത് ഇട്ട് കളയുവാണ്. ഞാൻ മാർക്കറ്റിൽ തന്നെ സ്ക്വയർ ഓഫ് ചെയ്യും, കാരണം ഇത് മുകളിലേക്ക് പോകാനാണ് ചാൻസ്. 1 minute ചാർട്ട്. ഇതിന് വേറൊരു റെസിസ്റ്റിംഗ് പോയിൻ്റ് ആണ്. ഇവിടുന്ന് പിന്നെയും താഴേക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ 1 minute ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഈ എന്തുകൊണ്ടാണ് ഞാൻ 116 റെസിസ്റ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞതെന്ന് പറയാൻ കാര്യമായിട്ട്, നമ്മൾ 1 hour ചാർട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഇത് വീണ്ടും നല്ലൊരു രീതിയിൽ മുകളിലേക്ക് കയറി പോവുകയാണ്. ഇതുണ്ടോ, ഞാൻ ഇവിടെയാണ് ഒരു എൻട്രി എടുത്തത്. ഈ പോയിൻ്റിൽ 116.60 എന്നുള്ള പോയിൻ്റിൽ അവിടുന്ന് ഏകദേശം ഇവിടം വരെയും താഴ്ന്നു തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. മീൻസ് കാരണം ഇതിപ്പോൾ റെസിസ്റ്റൻസ് പോയിൻറ്റ് വീണ്ടും വന്നിട്ടുണ്ട്. 116.40 നല്ലൊരു റെസിസ്റ്റൻസ് പോയിൻ്റാണ്. അവിടുന്ന് പിന്നെ ചിലപ്പോൾ താഴേക്ക് വന്ന് 1116 വരെയും പോകും. കാരണം 1 minute ചാർട്ടിനകത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് പോയിൻ്റാണ് 116 എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാക്സിമം ഒരു മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ശരിയായില്ലെങ്കിൽ ഡയറക്റ്റ്ലി അങ്ങനെ സ്ക്വയർ ഓഫ് ചെയ്യുന്നുള്ളത് ഞാനിപ്പോൾ ലിമിറ്റ് ഓർഡർ ആയിട്ടാണ് സെറ്റ് ചെയ്തത് 116.05 എന്നുള്ളത്. അതേ മാർക്കറ്റിൽ സ്ക്വയർ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കാരണം ഇത് വിട്ട് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്, കാരണം ഇവിടുന്ന് ഇനി വീണ്ടും താഴേക്ക് അടിക്കാനാണ് ചാൻസ്. കാര്യം പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇപ്പോൾ എൻട്രി എടുത്താൽ പോയത്, കാരണം ഇത് നല്ല രീതിയിൽ താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നല്ലൊരു റെസിസ്റ്റൻസ് പോയിൻറ്റിലേക്കാണ് നിൽക്കുന്നത്. സപ്പോർട്ടിങ് വരാമെന്ന് ഇവിടെ മാത്രം ഇവിടെയും വിട്ടുപോയിട്ടുണ്ടല്ലോ. നല്ല രീതിയിലൊരു താഴേക്ക് വരാനുള്ള ചാൻസുള്ള ഓപ്പർച്യൂണിറ്റിയാണിത്. ഞാനത് വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തായാലും ഇത് സ്ക്വയർ ഓഫ് ചെയ്യുവാണ്. നമുക്ക് നമ്മുടെ എടുത്ത് നോക്കാം. ഇപ്പോൾ ഇത് ബൈ ക്വാണ്ടിറ്റി കമ്പാരിറ്റീവ്ലി പെർസെൻറ്റേജ് കുറഞ്ഞു. ആദ്യം ഞാൻ എടുക്കുന്ന സമയത്ത് ഏകദേശം 40+ ആയിരുന്നു, കുറയുന്നുണ്ട്. സെല്ലേഴ്സ് കൂടി വരുന്നുണ്ട്. അപ്പോൾ താഴേക്ക് തന്നെ വരാനുള്ള ചാൻസ്. പിന്നെ നിങ്ങളിവിടെ കണ്ടോ 116.00 ഒത്തിരി ബയ്യേഴ്സിൻ്റെ ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. അതായത് അപ്പോൾ ഈ 1105 കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് പിന്നെ പോരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ലിമിറ്റായിട്ട് 116.05 വെച്ചേ. ആദ്യം അപ്പം തന്നെ മാർക്കറ്റിൽ ഞാൻ സ്ക്വയർ ഓഫ് ചെയ്യുകയായിരുന്നെങ്കിൽ 116.00 എനിക്ക് ചെയ്യാൻ പറ്റിയേനെ. ഇത് പിന്നെ ഇവിടെ റെസിസ്റ്റൻസ് 116.50 നല്ലൊരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ടോ, അത് ബ്രേക്ക് ചെയ്തോ. പിന്നെ മുകളിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ. ഞാനപ്പോൾ ഇപ്പോൾ ഉള്ള സ്ക്വയർ ഓഫ് ചെയ്യുമായിരിക്കും, മാർക്കറ്റിൽ സ്ക്വയർ ഓഫ് ചെയ്യുമായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും പ്രോഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ലോസിലേക്ക് പോയി ഒരു ഓർഡർ കണ്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ലോസിൻ്റെ അടുത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ കൂടുതൽ ലാഭം നോക്കിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും ലക്ഷത്തിലേക്കേ പോകത്തുള്ളൂ. ഞാനിപ്പോൾ ഇത് നോക്കാം, ഏകദേശം 400 രൂപ നിന്ന സാധനമാണ് പ്രോഫിറ്റ്. ഇപ്പോൾ കുറഞ്ഞത് 100 സംതിങ് 70 ഞാനിപ്പോൾ ഇത് സ്ക്വയർ ഓഫ് ചെയ്ത് കാണിക്കുവാണ് ഒരു വീഡിയോയുടെ കംപ്ലീഷന് വേണ്ടി. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ ആദ്യം നമ്മുടെ ഓർഡർ ബുക്കിനകത്ത് പോകും. ഓർഡർ ബുക്കിലേക്ക് പോകണമെങ്കിൽ ഇവിടെ സ്വിച്ച് ചെയ്യുക. ഞാൻ ആദ്യം ഈ ഓർഡർ ഇട്ടേക്കുന്നത് ഓപ്പൺ ഓർഡർ ഇട്ടപ്പോൾ ലിമിറ്റായിട്ടാണ് ഇട്ടേക്കുന്നത്. അതായത് കാണാൻ സാധിക്കും 116.05. ഞാനത് മാർക്കറ്റിലേക്ക് സ്വിച്ച് ചെയ്യണം. അതിന് ഞാൻ ഒന്നുകൂടെ അത് ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് താഴെ മോഡിഫൈ എന്നുള്ള ഓപ്ഷൻ കിടക്കണുണ്ടോ.
ഈ മോഡിഫൈ ഉണ്ട് ഒരു ക്യാൻസൽ ഉണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഇട്ട ഓർഡർ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് വേറെ ഓർഡറായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അല്ലെങ്കിൽ ഇത് മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് മാറ്റോ അല്ലെങ്കിൽ വേറെ പ്രൈസ് വയ്ക്കോ അങ്ങനെ എന്തുവേണം ചെയ്യാം. മോഡിഫൈ ചെയ്ത് പ്രൈസ് മാറ്റണമെങ്കിൽ കാണിച്ചു തരാം. ഈ മോഡിഫൈ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ വേറെ എമൗണ്ട് അടിക്കുകയാണ്. ലൈക്ക് 116.05 എന്നൊക്കെ 05 ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് താന്ന് ചിലപ്പോൾ ഒരു 10 വരെ ആയിരിക്കും താഴെയുള്ളൂ. അങ്ങനെ തോന്നുവാണെങ്കിൽ സ്വൈപ്പ് ടു മോഡിഫൈ എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ അത് മോഡിഫൈ ചെയ്ത് നമ്മുടെ പ്രൈസ് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സ്ക്വയർ ഓഫ് പ്രൈസ് വെച്ചേക്കുന്നത് 116.10 ആണ്. ഇനി അത് മാർക്കറ്റിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ഓർഡർ വെച്ച് ക്ലിക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് വേറെ ഓർഡറായിട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ഈ മോഡിഫൈ തന്നെ പോയിട്ട് മാർക്കറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. മാർക്കറ്റിൽ സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് സ്വിച്ച് ചെയ്താൽ ശരിക്കും എൻ്റെ ബ്രോക്കറേജ് പോലും കിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം 116.40 നിൽക്കുന്നത്. അതായത് നിൽക്കുന്ന എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 140 രൂപ. ഏകദേശം ഈ ഒരു ട്രേഡ് എടുക്കുമ്പോൾ 40 ബ്രോക്കറേജ് പിന്നെ ഒരു 20 ഒരു 80 രൂപയോളം കോസ്റ്റ് ഉണ്ട്. ബാക്കി ഒരു 60 രൂപ പ്രോഫിറ്റ് കിട്ടും. കണ്ടു ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നഷ്ടമാണ്. ഇപ്പം നെഗറ്റീവിലായിരിക്കും നിൽക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ ഞാൻ സ്ക്വയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ബാക്കോട്ട് വരുവാണ്. ഇപ്പോൾ എന്തായാലും മാർക്കറ്റിൽ കാരണം നെഗറ്റീവ് സ്ക്വയർ ഓഫ് ചെയ്യുന്ന ഒരു ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അത് കാരണം ഒരു സെക്കൻഡിനെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. നമുക്ക് നോക്കാം ഈ മുകളിലേക്കാണ് പോകാൻ ചാൻസ് നോക്കാം. മാർക്കറ്റ് ഡെപ്ത് എടുത്ത് നോക്കാം. നോക്കട്ടെ, ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ ഐഡിയ കിട്ടും നമുക്ക്. മാർക്കറ്റ് ഡെപ്ത് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആദ്യം വരുന്നത് സമ്മറിയാണ്. അതിനോട് ചാർട്ട് എന്നുള്ളത് ഇതുണ്ട്. ചാർട്ടിൽ പോവാം. നമുക്ക് നോക്കട്ടെ. റെസിസ്റ്റൻ പോയിൻ്റ് ഉള്ളത് പിന്നെ ഇപ്പം ഇനി കൂടുതൽ ക്വാണ്ടിറ്റി ഇങ്ങനെ 116.80 പിന്നെ ഉള്ളത് പക്ഷേ അധികം ബയ്യേഴ്സ് ഇല്ല. പിന്നെ പെർസെൻറ്റേജ് കുഴപ്പമില്ല. താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നോക്കട്ടെ, ചാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ചാർട്ടിനകത്ത് കാര്യം പറഞ്ഞ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു സപ്പോർട്ടിങ് നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവിടെ സ്റ്റക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് നോക്ക്, ഇവിടെ ഈ ഒരു പോയിൻ്റ് ഉണ്ടോ ഇപ്പോൾ നിൽക്കണ വന്ന പോയിൻ്റ്, അതൊരു 116.40 എന്ന് പറഞ്ഞൊരു സപ്പോർട്ടിങ് പോയിൻ്റാണ്. അതിന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഈ 2 പോയിൻ്റ് ഉള്ള കാരണം അതിനും ബ്രേക്ക് ചെയ്ത് പിന്നെ ഇവിടം വരെയും തിരിച്ചിന് എത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്കെന്തായാലും ഈ വീഡിയോയുടെ കംപ്ലീഷൻ ഇപ്പോൾ സമയം ഒരുപാടായി തോന്നുന്നു. നോക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ക്ലോസ് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് അപ്സ്ട്രോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസിക് പാൻ നമ്പറും എന്താ പറയുക അക്കൗണ്ട് പേരും മൊബൈൽ നമ്പറും അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറും കൊടുത്തേക്കാൻ അബൌട്ടിൽ വോയിസ് ഇട്ടാൽ മതി വാട്സപ്പിൽ. എനിക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ സ്ക്വയർ ഓഫ് ചെയ്യാൻ പോകണേ 8 മിനിറ്റ് കൂടുതലല്ല. ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോവുകയാണ്. ഞാനപ്പോൾ ബാക്ക് പോവുകയാണ്. ഞാനിപ്പോൾ ഓപ്പൺ ഓർഡർ തന്നെ മോഡിഫൈ ചെയ്താണ് മാർക്കറ്റിലേക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ താഴെയുള്ള മോഡിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഞാൻ മാർക്കറ്റിലേക്ക് സ്വിച്ച് ചെയ്തു. മാർക്കറ്റിൽ 116.40. അപ്പോൾ അടുത്ത എത്രയാണോ ഇപ്പോൾ ഞാൻ ബൈ ആണല്ലോ ഞാൻ സെല്ലറുള്ള, അതായത് 11.45 ആയിരിക്കും അല്ലെങ്കിൽ 50 ആളുണ്ടാകാൻ പോകുന്നത്. ഞാനപ്പോൾ സ്വൈപ്പ് ടു മോഡിഫൈ കൊടുക്കുവാണ്. ഒരു 116.40 ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇത് ചെയ്തേണ്ടി അടുത്ത 116.55 എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ എനിക്ക് 35 റുപ്പീസ്. അപ്പോൾ ശരിക്കും ഐഡലി ഈ ഓർഡർ ലോസിലാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ബ്രോക്കറേജ് ഓർത്തുണ്ട്. വീഡിയോയുടെ കംപ്ലീഷന് വേണ്ടി ഞാൻ എന്തായാലും ചെയ്യുവാണ്. നോക്കിയിട്ടൊന്നൊരു കാര്യമില്ല തോന്നണേ. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതിവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റഡ് എന്ന് കാണാൻ പറ്റും. കാരണം മാർക്കറ്റ് പ്രൈസിൽ ആണ് ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തേക്കുന്നത്. അപ്പോൾ എത്രയാണോ ലാസ്റ്റ് മാർക്കറ്റ് സെല്ലർ ഉണ്ടായിരുന്നത് ആ പ്രൈസിൽ എൻ്റെ ബൈ നടന്നിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കാം. ഐഡലി നഷ്ടത്തിലാണ് അവസാനിച്ചത്. കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 0.70 റുപ്പീസ് 70 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡലി എനിക്ക് നഷ്ടമാണ്. കാരണം നമ്മുടെ ബ്രോക്കറേജ് തന്നെയായിട്ട് 40 പിന്നെ ഒരു 35 റുപ്പീസോളം എസ് ടി ചാർജ് ചാർജായിട്ട് വരും. അപ്പോൾ ഏകദേശം ഒരു 70 റുപ്പീസ് 75 റുപ്പീസിനടുത്ത് കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓർഡർ കൊണ്ട് ലാഭമില്ല, എന്നാലും വീഡിയോ കംപ്ലീഷന് വേണ്ടി ചെയ്തതാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. ബൈ.